ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗാഥ മേഡോണ് സംസാരിക്കുന്നെങ്കിൽ ഹേയ് നവീൻ, വാട്ട് ഈസ് സർപ്രൈസ്? എന്തിനായിരുന്നു കോള്? അങ്ങനെയാണ് സംസാരിക്കാൻ, മനസ്സിലായോ? കാര്യം ചോദിച്ചിട്ട് പിന്നെ അധികം സംസാരിക്കണമെന്ന് നിൽക്കണ്ട. ഫോൺ അങ്ങ് കട്ട് ചെയ്തേക്കണം, മനസ്സിലായോ? അതെ, ഞാൻ ഒന്നുകൂടി പഠിച്ചിട്ട് ഇപ്പൊ പറഞ്ഞതിന്റെ മറുപടി ഞാൻ പിന്നെ പറഞ്ഞ. സിനി കോൾ ചെയ്യ്. ഞാൻ വിളിച്ചു നോക്കാം മാം. യെസ്, നവീന്റെ റിയാക്ഷൻ എന്താന്നൂടെ അറിയണം. മമ്മി, ഇത് വല്ലാത്ത അപകടമാണ്. ഇവളെ കൊണ്ട് ഇതൊന്നും ഹാൻഡിൽ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അതെ, കോള് വന്നിട്ടുണ്ട്. കൊടുക്ക്. സംസാരിക്കേ. സംസാരിക്കേ. ഹലോ. ഹേയ് നവീൻ, വാട്ട് ഈസ് സർപ്രൈസ്? എന്താ ഇങ്ങോട്ട് വിളിച്ചിരുന്നേ? ഐ ആം ഇൻ മൈ ബെഡ്റൂം. പറഞ്ഞു. ഐ ആം ഇൻ മൈ ബെഡ്റൂം. ഇതെന്തു പറ്റി? തന്റെ സംസാരം ഒട്ടും ഫ്ലുവന്റ് അല്ലല്ലോ. ശബ്ദത്തിനൊരു വ്യത്യാസമുണ്ട്. സുഖമില്ല, പനിയാ. പറ. അതെ, എനിക്ക് സുഖമില്ലാത്തോണ്ടാ. അല്ലാതെ തൊണ്ടയിലാരും പിടിച്ചൊന്നുമല്ലല്ലോ. അയ്യേ, എന്റെ തൊണ്ടയിൽ ആര് കയറി പിടിക്കാനാ? ഇതെന്തൊക്കെയാ പറയുന്നേ? ഹലോ. എന്താ താനിപ്പോ പറഞ്ഞേ? എന്താ താനിപ്പോ പറഞ്ഞേന്ന് ചോദിച്ചത് കേട്ടില്ലേ? അത് എടോ, ആ സംസാരം കൊള്ളായിരുന്നു. എനിക്കതങ്ങ് വല്ലാണ്ട് ഇഷ്ടമായി. എന്താ പറയാ, ഹൃദയത്തിൽ തൊടുന്നൊരു ഭാഷ എന്നൊക്കെ പറയില്ലേ? ഗാഥാ ശ്രീനിവാസനെ എങ്ങനെ വേണമെങ്കിലും മാറാൻ അറിയാം. അതെ, ഹോസ്പിറ്റലിലൊക്കെ കിടന്നതുകൊണ്ട്. ആ ഹോസ്പിറ്റലിൽ താൻ കിടന്ന മുറിയുണ്ടല്ലോ, അതൊരു മാന്ത്രിക മുറിയാണെന്നാ തോന്നുന്നത്. അത്രമാത്രം ചേഞ്ച് ഉണ്ടോ തനിക്ക്? നാളെ നമ്മൾ നേരിട്ട് കാണുമ്പോ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം. നാളെ നേരിട്ട് കാണുന്നുണ്ടോ? പിന്നെ ഞാൻ മാത്രമല്ല, കളരിക്കൽ കുടുംബം മൊത്തം അങ്ങോട്ട് വരുന്നുണ്ട് മരുമോളെ കാണാൻ. എല്ലാവരും ഉണ്ട്. പിന്നെ സർപ്രൈസ് ഒപ്പിച്ച് കളയല്ലേ? ഓക്കെ? ഓക്കെ. പിന്നെ ഇപ്പൊ സംസാരിച്ച സ്റ്റൈലിന് മതി കേട്ടോ. അച്ഛനും അമ്മയ്ക്കൊക്കെ അതൊരുപാട് ഇഷ്ടവും. അപ്പൊ ശരി. എന്താ മമ്മി ഇത്? ഇവളുടെ ഈ വിവരം കേട്ട ഭാഷയാണോ നവീൻ ഇഷ്ടാവുന്നത്?